പ്രിയമുള്ള സുഹൃത്തുക്കളെ, അൺമാസ്കിംഗ് അനോമലീസ് അബ്ദുല്ല ബാസിലിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ സംസാരിച്ച് തുടങ്ങുന്നത്. അവർ ഇസ്ലാം വിമർശകരുടെ വർത്തമാനം എന്ന പേരിൽ 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു. അതിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിമർശനമാണ് ജബ്ബാർ മാഷ് മുഹമ്മദ് നബിയും സൈനബും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന്. റസൂലിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഖുർആൻ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തത്. ആക്ച്വലി ഇത് പ്രവാചക ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് പഞ്ചപാണ്ഡവർ 4 കട്ടിൽകാൽ പോലെ 3 പേർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ 2 പേരിലും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പരസ്പരം യാതൊന്നും യോജിക്കുന്നില്ല. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദത്തുപുത്രന്റെ ഭാര്യ വിവാഹം ചെയ്തു എന്നാ പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ അപ്പോ ജബ്ബാർ അവിടെ കുട്ടി എന്ന് ചേർക്കും. എന്തിനാണ് ഈ കുട്ടി എന്ന് ചേർക്കണത്? യഥാർത്ഥത്തില് ദത്തുപുത്രൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടിയെ ദത്തെടുത്തു, ഏത് അനാഥാലയത്തിന് ദത്തെടുത്തു, എന്നിട്ട് അവനെ വളർത്തിയെടുത്തു. ഒരു 40 വയസ്സുള്ള ഒരാൾ ഒരു 5 വയസ്സുള്ള കുട്ടിയെ, 40 എന്നല്ല, ഒരു 25 വയസ്സ് 30 വയസ്സൊക്കെ ഉള്ള ഒരാള് ഒരു കുട്ടി എടുത്തു, എന്നിട്ട് അവനിങ്ങനെ വളർത്തിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവന് വിവാഹപ്രായമായപ്പോ വിവാഹം അങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരാളെ കിട്ടി. അങ്ങനെ ആളെ കിട്ടിയിട്ട് കിട്ടിയപ്പോ ഈ ആൾക്ക് ഈ മരുമകളോട് ഒരു താല്പര്യം തോന്നുന്നു. അപ്പൊ പറയാണ് എന്ത്, ഇവരോട് വിവാഹമോചനം ചെയ്തിട്ട് വിവാഹം ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് പച്ചക്കളവാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ജബ്ബാർ എന്ന് പറയുന്ന ആള് എത്ര നികൃഷ്ടമായ രീതിയിലാണ് പ്രവാചക ചരിത്രം അവതരിപ്പിക്കുന്നതെന്ന്. ഇവിടെ ഇദ്ദേഹം പറയുന്നതിൽ പാളിച്ചാദ്യം പറയാം. ഒന്നാമതായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് വിവാഹാലോചന അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. അതിൽ കുടുംബക്കാർ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഉയർന്ന ഇതിൽപ്പെട്ടതാണ്. ആര്? സൈനബ് റളിയല്ലാഹു അൻഹ ഉയർന്ന തറവാടാണ് എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സെയ്ദ് എന്ന് പറയുന്നത് ഒരു മുൻ അടിമയായതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കണം. ഇസ്ലാം മഹത്തരമായ ദത്തുപുത്ര സംവിധാനം എടുത്ത് ഒഴിവാക്കി എന്നിങ്ങനെ എപ്പോഴും ഒരു കരയാറുണ്ട്. എന്ന് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളും ഇസ്രായേലിലെ ജൂതന്മാരുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ, ഇപ്പോഴത്തെ നാസ്തികതയാണ്. അപ്പൊ അവിടെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാഴ്ചപ്പാട്, ദത്തുപുത്ര സംവിധാനത്തിൽ അവർ സ്വന്തം പുത്രന്മാരെ പോലെ അല്ല കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിന് മനസ്സിലാക്കാലോ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ചേർച്ച ഇല്ല എന്ന ഒരു പ്രശ്നം അവിടെ വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ഓക്കെ ആയിരുന്നു അവർക്ക്. കാരണം മുഹമ്മദ് നബിയെ ആ നിലക്ക് ഒരു തറവാടുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്. പക്ഷെ മകൻ എന്ന് ഈ പറയുന്ന ദത്തുപുത്രനായിട്ടുള്ള ആളെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ രൂപത്തിൽ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൊ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം എത്ര നികൃഷ്ടമായിക്കൊണ്ടാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദിന്റെ ആവശ്യം ഈ സൈനബ ഇങ്ങനെ എവിടെയെങ്കിലും എൻ്റെ കയ്യിൽ എവിടെയെങ്കിലും കെട്ടി നിർത്തപ്പെടേണ്ടതാണ്, അതിനുവേണ്ടി സൈദിനെ വിവാഹം ചെയ്തു കൊടുത്തു. എന്താ പത്താണ് ഈ പറയുന്നത്? ഒരാൾക്ക് സൈനബ് റളിയല്ലാഹു അൻഹയെ ഇവിടെ തൻ്റെ ഒരു കസ്റ്റഡിയിൽ കിട്ടണമെങ്കിൽ സ്വന്തം വിവാഹം ചെയ്താൽ പോരെ? അതിനവർ തയ്യാറുമാണ്. പ്രവാചകന്റെ അമ്മായിയുടെ മകളുമാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ഒരുപക്ഷെ സെയ്ദ് റളിയല്ലാഹു അൻഹുമായിട്ട് പ്രവാചകന് ബന്ധം വരുന്നതിന് മുമ്പ് തന്നെ ബന്ധമുള്ളതാണ് ഈ സൈനബ് റളിയല്ലാഹുവിന്റെ ബന്ധം എന്ന് പറയുന്നത്. കാരണം അവർ ആദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലണ്ടറുകളാണ് പറയുന്നത്. അങ്ങനെ അത് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, ഈ സൈനബിനും ഈ വിവാഹം താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏത്? സെയ്ദ് റളിയല്ലാഹുമായി ബന്ധം. കാരണം അമ്മായിയപ്പന്റെ വെപ്പാട്ടിയായിട്ടും മകന്റെ ഭാര്യയുമായിട്ട് ഒരേപോലെ നിൽക്കുക എന്ന് പറഞ്ഞ രീതിയിലുള്ള നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുക, എന്നിട്ട് പ്രകോപനം സൃഷ്ടിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. എനിക്കിതിൽ സംശയം തോന്നി. ഞാൻ ജബ്ബാർ മാഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, സൈനബും മുഹമ്മദും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കഥ, അതും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, ഒരു വള്ളിപ്പുള്ളി ചേർക്കാതെ ചരിത്രത്തെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറയും. ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിക്കൽ എൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇതുതന്നെയാണ് ജബ്ബാർ മാഷും ചെയ്തിട്ടുള്ളത്.
അദ്ദേഹം കുറച്ചുകൂടെ കടന്ന് ഖുർആനെ കൂടെ അദ്ദേഹം ആധാരമാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു ചരിത്രത്തെ, ഒരു ഗ്രന്ഥത്തെ വിലയിരുത്തിക്കൊണ്ട് അത് വായിക്കുന്ന മനുഷ്യന് അവൻ്റെ കഴിവിനനുസരിച്ച്, ബുദ്ധിക്ക് അനുസരിച്ച്, തോന്നലുകൾക്ക് അനുസരിച്ച് ന്യായമായും വിശദീകരിക്കാനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു തുറന്ന പുസ്തകമാണ്. ഖുർആൻ എന്നുള്ളത് അടച്ചു വെച്ച ഒന്നല്ല, തുറന്ന് മാലോകർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒന്നാണെങ്കിൽ ജബ്ബാർ മാഷിനും എനിക്കും മറ്റു ഇസ്ലാം വിമർശകർക്കും ഇതുപോലെ തന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനിത് ഇവിടെ തുടങ്ങുന്നത്. ഇതിൽ ഞാൻ ആധികാരികമായി എടുക്കുന്ന പ്രധാനമായ 2 സോഴ്സസ്, ഒന്ന് ഖുർആൻ്റെ സൂറത്തുൽ അഹ്സാബിലെ 36 മുതൽ 37 വരെയുള്ള വചനങ്ങൾ ആണ്. അത് വളരെ പ്രധാനമുള്ള ഒരു ഖുർആനിക ആയത്തു തന്നെയാണ്. ആയത്തിന് മൊത്തത്തിൽ സൂറത്തുൽ അഹ്സാബിന് വളരെ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ അഹ്സാബ് വായിച്ചു തന്നെ നമുക്ക് സ്പഷ്ടമായ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. എന്താ അത്? നബിയും അള്ളാഹുവും രണ്ടല്ല, ഒന്ന് തന്നെ. അറേബ്യയിലെ സുന്ദരിയായ ഒരു സ്ത്രീയോട് നബിക്ക് മോഹം തോന്നിയപ്പോൾ അവളെ നബിക്ക് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ടുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്ന അള്ളാഹ്, അവളെ നബിക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്ന, നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന അള്ളാഹ്, ഇത് എവിടുത്തെ അള്ളാഹുവാണ്? ഇങ്ങനെയാണോ അള്ളാഹു വേണ്ടത്? കുറച്ചുകൂടി നല്ല അള്ളാഹുവിനെ നമുക്ക് വിശ്വസിച്ചുകൂടെ എന്നാണ് മുസ്ലിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം അത് ഒരു സോഴ്സ്. അതിൻ്റെ പ്രധാനമായ കാര്യം, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലിരുത്തണം: നബിയും അള്ളാഹുവും രണ്ടല്ല. പ്രപഞ്ചമുണ്ടായിട്ട് 13.8 നമ്മുടെ ചാനലിൻ്റെ കോടി വർഷങ്ങളായി. എന്നാൽ മനുഷ്യനുണ്ടായിട്ട് ഏകദേശം 1,00,000 വർഷമേ ഉണ്ടായിട്ടുള്ളൂ. നബി ഉണ്ടായിട്ടോ കേവലം 1400 വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ 1400, കേവലം 1400 വർഷം മുമ്പ് ജനിച്ച് 40 വയസ്സ് വരെ തേരാപ്പാര നടന്ന ഒരു വ്യക്തിയെ 40-ാം വയസ്സിൽ നബിയായി നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ ബുദ്ധിയുണ്ടല്ലോ, അത് ഒരു ഒന്നൊന്നര ബുദ്ധിയാണ്. അത് പറയാതിരിക്കാനൊക്കത്തില്ല. 40 വയസ്സ്. അദ്ദേഹം ജീവിച്ചത് 65 വയസ്സ് വരെയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗവും ജീവിതകാലയളവിൽ അദ്ദേഹം നബിയല്ലാതെ തേരാപ്പാര, ആടിനെയും മേച്ച് കച്ചവടവും ചെയ്ത് നടക്കുകയായിരുന്നു. ഇങ്ങനെ ഒരാളെ വേണോ എൻ്റെ അല്ലോ നീ നിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട്. അത് പോട്ടെ, അതൊക്കെ മറ്റൊരു കാര്യം. അപ്പം അതൊരു സോഴ്സ്. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ അവലംബിക്കുന്നത് യാസിർ ഖാദി. ആരാ ഇയാൾ? ഇദ്ദേഹം പാകിസ്ഥാനിയായ അമേരിക്കയിൽ താമസിക്കുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ സക്കീർ നായക്ക്, MM അക്ബർ, ഈ ബാസിൽ അബ്ദുല്ല തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായ ഇസ്ലാമിക പണ്ഡിതന്മാർക്കൊക്കെ ഒരു ദുസ്വഭാവമുണ്ട്. കളവ് പറയും, വളച്ചൊടിക്കും, ചേർത്ത് വയ്ക്കും, ഇളുത്തു വലിച്ച് പിറകെ കളയും, ചവിട്ടി പെതിക്കും. ആളുകളെ വിശ്വസിക്കാൻ വേണ്ടി ഇത്തരം കുൽസിത ശ്രമങ്ങൾ നടത്തുന്നവരാണ് ഒട്ടുമിക്ക ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിസ്റ്റുകളും. ഇതിൽ നിന്നും തീർത്തും വിഭിന്നമായി തന്നെ ഗ്രന്ഥവും സീറയും തഫ്സീറും എന്തു പറയുന്നുവോ അത് അപ്പടിക്ക് തന്നെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്ന മാന്യത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് യാസിർ ഖാദി. ലോകം ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന 500 പ്രഗത്ഭ ഇസ്ലാമിക വൈജ്ഞാനികരിൽ ഒരാളാണ് ഈ യാസിർ ഖാദി. അമേരിക്കയിലാണ് താമസം. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പാകിസ്ഥാനി ആയതുകൊണ്ട് കേൾക്കാനും മനസ്സിലാക്കാനും വളരെ രസവും എളുപ്പവുമാണ്.
ഞാൻ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തെ കേട്ടിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പല ഗ്രന്ഥങ്ങളുടെയും തഫ്സീറുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്തുകൊണ്ടാണ്. ഇക്കാര്യത്തിലും അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോ നൂറുകണക്കിന് തഫ്സീറുകളെയും സീറകളെയും അടിസ്ഥാനപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ചരിത്രത്തിൽ കൈകടത്തുകയോ വളച്ചൊടിക്കുകയോ കള്ളം പറയുകയോ കുൽസിത ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് അനേകായിരം ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അദ്ദേഹത്തിനെയാണ് ഞാൻ ഇവിടെ സെക്കൻഡ് സോഴ്സായി എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 1.25 മണിക്കൂർ നീണ്ട ഒരു വീഡിയോ ശ്രദ്ധാപൂർവം ഞാൻ 3-4 പ്രാവശ്യം കേട്ടു. ഞാൻ ഈ 2-3 ആഴ്ച മുമ്പ് ഈ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പരിമിതമായ എൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, എനിക്ക് സ്വകാര്യമായ കുറേ ജോലികളുണ്ട്, ജീവിക്കാൻ വേണ്ടി ഇപ്പോഴും അന്നം തേടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പരിമിതമായ സമയത്തിന് നിന്നുകൊണ്ട് ഞാൻ ശേഖരിച്ച, അറിഞ്ഞ, പഠിച്ച, മനസ്സിലാക്കിയ, വിശകലനം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പായി 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എന്താണ് സൈനബും മുഹമ്മദും തമ്മിലുള്ള വിവാഹത്തിലെ പോരായ്മയും വിമർശനവും. 2, സൂറത്തുൽ അഹ്സാബിലെ ആ ആയത്ത്, വിവാദ ആയത്ത് എന്താണ്. നമുക്കാദ്യം കഥയിലേക്ക് പോകാം. ഈ സൈനബ് എന്നുള്ളത് നബിയുടെ മാമിയുടെ, അതായത് വാപ്പയുടെ സഹോദരിയുടെ മകളാണ്. ഏകദേശം ചെറിയ പ്രായ വ്യത്യാസമേ അവർ തമ്മിലുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇദ്ദേഹം ഖദീജയെ വിവാഹം കഴിച്ചപ്പോൾ ഖദീജ ഇദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത് ഒരു ആൺ അടിമ. സമ്മാനമായി നൽകേണ്ട ഒരു സാധനമാണ്. അതൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം ഒരു 1400 വർഷം മുമ്പത്തെ ഒരു ജീവിതചര്യ ഒന്ന് ശരിക്കിരുന്ന് സുഖമായി തൂറാൻ കക്കൂസില്ലാത്ത ആളുകളാണ് അന്നത്തെ ആളുകൾ. അതൊന്നും ഒരു പോരായ്മയില്ല. നമ്മൾ പിന്നിട്ട് വന്ന വഴികളുടെ നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു അതൊക്കെ. ഈ നബി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ സന്തതി തന്നെയാണ്. ഇന്നത്തെ ഒരു 3-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പരിമിതമായ അറിവ് പോലും ഇല്ലാത്ത ഒരു സാധാ വ്യക്തിയാണ് ഈ മുഹമ്മദ് നബി. പിന്നീട് ഡെക്കറേഷൻസ് ഒക്കെ ഒരുപാട് ചേർത്ത് കൊടുത്തതാണ്, കഥകൾ വളച്ചൊടിച്ചതാണ്, ഇടിച്ചു ചേർത്തതാണ്, പിഴിഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് ശ്രേഷ്ഠമായ. ഇന്ന് സാധാരണ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി യഥാർത്ഥ മുഹമ്മദ് നബിയെ അല്ല. യഥാർത്ഥ മുഹമ്മദ് നബിയുടെ കഥ ഇന്നത്തെ സാധാരണ വിശ്വാസികൾക്ക് അറിയത്തേയില്ല. സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ കഥ പറഞ്ഞതിന് ശേഷം തലമൂത്ത ഏതെങ്കിലും വിശ്വാസിയോട് സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങൾ ചോദിച്ചു. അയാൾക്ക് എങ്ങെങ്ങോ എവിടെയോ ഏതോ ഹദീസുകൾ കേട്ട അറിവെന്നല്ലാതെ അതിനെ പഠിക്കാനോ മനസ്സിലാക്കാനോ വിശകലനം ചെയ്യാനോ സമയവുമില്ല, ആവശ്യവുമില്ല, താല്പര്യവുമില്ല. ഞാൻ കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വിശ്വാസികൾ വിശ്വസിക്കുന്നത് നല്ല മുഹമ്മദിനെയാണ്. അങ്ങനെ ഒരു മുഹമ്മദ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും എനിക്ക് മടിയില്ല. വെള്ള പൂശിയ, വാർത്തെടുത്ത, ചെത്തിക്കളഞ്ഞ, തേച്ചു മിനിക്കിയ ഒരു മുഹമ്മദ്. അതാണ് ഹിന്ദു ദൈവങ്ങളിലും മറ്റു ദൈവങ്ങളിലൊക്കെ കാണുന്ന ആധുനിക മനുഷ്യൻ്റെ സദാചാര ബോധത്തിനും ശാസ്ത്ര അറിവിനും ഉതകുന്ന തക്ക രീതിയിൽ നമ്മൾ ദൈവങ്ങളെയും ദൈവപുരുഷന്മാരെയും നബിമാരെയും ഒക്കെ എന്താ പറയുക, ശരിയാക്കിയെടുത്തു, ഇത് ക്ലാരിഫൈ ചെയ്തെടുത്തു. ആ നബിയെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ചരിത്രത്തിലെ നബി അതേ അല്ല. അത് വിശ്വാസികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദ്യമം. അതുകൊണ്ട് സൈനബിനെ, തനിക്ക് കിട്ടിയ അടിമയെ, ഹാരിസ് ഇബ്നു സെയ്ദ് എന്നാണ് അയാളുടെ പേര്. സെയ്ദ് ബിൻ ഹാരിസ്, ഹാരിസിൻ്റെ മകനായ സെയ്ദ് എന്ന അടിമയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ സദാചാരം കൊണ്ട്, അല്ലെങ്കിൽ നല്ല മനസ്സുകൊണ്ട്
അദ്ദേഹത്തെ ദത്തുപുത്രനായി സ്വീകരിച്ചു. അങ്ങനെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ സെയ്ദിന് വിവാഹ ആലോചനയുമായി നബി സൈനബിനെ ബന്ധപ്പെട്ടു. ആദ്യത്തെ വിവാഹ ആലോചനയിൽ ഇതിനിടയ്ക്ക് സൈനബിന് മറ്റൊരു വിവാഹം വിവാഹമോചനം നടന്നിരിക്കുന്ന വേളയാണ്, ഡൈവേഴ്സ്ഡാണ്. അപ്പം സൈനബ് മുഹമ്മദിൻ്റെ വിവാഹ ആലോചന കേട്ട മാത്രയിൽ തന്നെ സമ്മതം മൂളുകയായിരുന്നു. അവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ടായി. തന്നെ വിവാഹം കഴിക്കാൻ മുഹമ്മദ് ആഗ്രഹിക്കുന്നു എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സൈനബ് ഇതിന് സമ്മതിച്ചത്. പക്ഷേ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ വരൻ സെയ്ദ് ബിൻ ഹാരിസ് അല്ലെങ്കിൽ സെയ്ദ് ബിൻ മുഹമ്മദ് ആണെന്നറിഞ്ഞപ്പോൾ അവരും അവരുടെ സഹോദരനും ഇതിന് തടസ്സം നിന്നു. ഞങ്ങൾക്കിഷ്ടമല്ല. സൈനബ് പറഞ്ഞത്, ഞാൻ ഉന്നത കുലജാതയാണ്, ഖുറൈശി വംശത്തിൽപ്പെട്ട, ഹാഷിം വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇയാളാണെങ്കിൽ ഒരു അടിമയുമാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ചേരില്ല, ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് അത് സഹിച്ചില്ല. അള്ളാഹുവിന് എന്തുകൊണ്ടാണ് സഹിക്കേണ്ടുണ്ടായത്? അതാണ് ജബ്ബാർ മാഷ് ഉന്നയിച്ച പ്രധാനമായ ഒരു ചോദ്യം. എന്താണത്? വളരെ കുൽസിതമായി ഗൂഢാലോചന നടത്തി തന്നെ മുഹമ്മദ് സൈനബിനെ കൊണ്ട് സെയ്ദിനെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാകുന്നു. ആ ഗൂഢ ഉദ്ദേശം അവളെ തൻ്റെ കീഴിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ്. സൈനബ് വളരെ സുന്ദരിയാണ്. ആയിഷ കഴിഞ്ഞാലുള്ള സുന്ദരിയാണ് നബി ഭാര്യമാരിൽ സൈനബ്. അപ്പം ഖുർആൻ ആയത്ത് ഇറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ പണി നോക്കണേ നിങ്ങൾ. ഏതെങ്കിലും ദൈവം ഇങ്ങനെ കൂട്ടിക്കൊടുപ്പ് കല്യാണത്തിന് വേണ്ടിയിട്ട് ആയത്തിറക്കുമെങ്കിൽ ആ ആയത്തിനെ തലയിൽ തുണിയിട്ട് പുണ്യമെന്ന് കരുതി ഓതുന്ന ആ ആളുകളുടെ കഷ്ടം അവരറിയുന്നില്ല. അവർ ചെയ്യുന്ന തെറ്റ് ഭവോ നീ അറിയുന്നില്ല എന്നാണ് അതിന്മേൽ നമുക്ക് കരുതാനുള്ള കാര്യം. അള്ളാഹുവും അവൻ്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്കാര്യത്തിൽ സ്വന്തമായ തീരുമാനമെടുക്കാൻ ഒരു വിശ്വാസിനിക്കും അവകാശമില്ല. ആർ അള്ളാഹുവിൻ്റെയും അവൻ്റെയും ദൂതനെയും ധിക്കരിക്കുന്നുവോ അവർ സ്പഷ്ടമായ ദുർമാർഗത്തിൽ അകപ്പെട്ടു. ഒരു സ്ത്രീക്ക് വിവാഹാലോചന വന്നു. അവൾ പറഞ്ഞു, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഈ മുഹമ്മദിനും അള്ളാഹുവും അതിലെന്തിനാണ് ഇത്ര കുണ്ഠിതം? ഈ ആയത്ത് വരാൻ കാരണം എന്താണ്? അതാണ് ജബ്ബാർ മാഷ് ചോദിച്ചപ്പോഴത്തെ ഈ അൺമാസ്കിങ് അനോമലീസിന് ഭയങ്കര അനോമലിയായി തോന്നിയത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊരു അനോമലി തന്നെയാണ്. എങ്ങനെ? ഒരു പെണ്ണിന് ഇഷ്ടമില്ല, പിന്നെ എന്തിനാണ് നിർബന്ധം? ഈ നിക്കാഹിൻ്റെ കാര്യത്തൊക്കെ പറയുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് പെണ്ണിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ നിക്കാഹിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പും സമ്മതവും ഒക്കെ ചെയ്യുന്നത് എന്ന്. പക്ഷേ ഇവിടെ സൈനബ് എന്ന സുന്ദരിയായ സ്ത്രീ പറയുന്നു, ഈ സെയ്ദിനെ എനിക്ക് വേണ്ട. ഈ അണ്ടകടാഹം സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു ഉടനെ ആയത്തുമായി മലക്കിനെ ഇങ്ങോട്ട് അയക്കുകയാണ്. ഈ കൊണ്ടുവന്ന മലക്കിനെങ്കിലും ചോദിക്കാമായിരുന്നു, ഇത് വേണ്ടാത്ത ഒരു ആയത്താണല്ലോ, ഇത് ആയുസ്സറ്റ അള്ളാഹുവിൻ്റെ ആയസ്സാണല്ലോ എന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും ജിബ്രീലിന് പോലും ഉണ്ടായിരുന്നു. ജിബ്രീൽ എന്തായാലും നേരെ കൊണ്ട് മുഹമ്മദിൻ്റെ കൊടുത്തു. ഈ ജിബ്രീൽ അള്ളാഹു എന്നൊക്കെ മുഹമ്മദിൻ്റെ ഭാവനാസൃഷ്ടികളിൽപ്പെട്ടതാണ്. തൻകാര്യസിദ്ധിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത, അതായത് സൈനബ് സെയ്ദിനെ വിവാഹം കഴിച്ചേ മതിയാവൂ. തൻ്റെ മകനായ, തൻ്റെ അടിമയായ, തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, തനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, യുദ്ധത്തിന് പോയി പിന്നീട് മരിച്ച ആളാണ് ഈ സെയ്ദ്. അദ്ദേഹത്തിൻ്റെ ദാസനാണ്, ഇഷ്ടദാസനാണ്, അടിമയായിരുന്ന ആളാണ്. വലിയ പുണ്യം ചെയ്താണ് അദ്ദേഹത്തെ അടിമയിൽ നിന്ന് മോചിപ്പിച്ചത്. അങ്ങനെയുള്ള വിവാഹത്തിൽ അള്ളാഹു ഇങ്ങനെ ഒരു ആയത്തിറക്കിയത് തന്നെ വളരെ സ്പഷ്ടമായ വഴികേടിലാകുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അങ്ങനെ എന്തായാലും അള്ളാഹുവിൻ്റെ വചനമല്ലേ,
നബിയും അള്ളാഹുവും തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും ഒന്നും തീരുമാനിക്കാനുള്ള അവകാശമില്ല. ഖുർആൻ ഒരു മാർഗദർശകമാണെങ്കിൽ നിങ്ങൾക്ക് 1400 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് തോന്നി, എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നി, അതിനകത്ത് ശരി കേടുണ്ടെന്ന് തോന്നി, നിങ്ങൾ അതനുസരിക്കാതിരിക്കുമോ? ഇരിക്കും. നിങ്ങൾ അനുസരിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഇന്നിൻ്റെ ശരിയാണ് ശരി, അന്നിൻ്റെ ശരി ഗതികേടാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമെന്നിരിക്കെ ഇവിടെ സ്പഷ്ടമായി ഖുർആനിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവും നബിയും തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ, അവിടെ സൈനബിനെ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ പെണ്ണിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല. അറബി സംസ്കാരത്തിൽ അന്ന് നിലനിന്നിരുന്ന ഇസ്ലാമിക സമ്പ്രദായം അനുസരിച്ച് പെണ്ണ് പുരുഷൻ്റെ അടിമയാണ്. പുരുഷൻ പറയുന്നത് കേൾക്കേണ്ടവളാണ്, അകത്തിരിക്കേണ്ടവളാണ്, മറഞ്ഞിരിക്കേണ്ടവളാണ്, മറച്ചിരിക്കേണ്ടവളാണ്. അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ ഇവർ ഉദ്ഘോഷിക്കുന്നതോ മറ്റൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഈ ആയത്തു തന്നെ വളരെ സ്പഷ്ടമായ ഗതികേടിലാക്കിക്കൊണ്ടാണ് ഇത് ഇന്നും ആളുകൾ വായിക്കുന്നത്. അപ്പം ഇതിൽ യാസർ ഖാദിയുടെ അഭിപ്രായത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറയുന്നത്, പിൽക്കാലത്തെ പല മഹാരഥന്മാരും ചരിത്രകാരന്മാരും ഈ കഥ ഒഴിവാക്കുകയായിരുന്നു എന്നാണ്. ഈ ഒഴിവാക്കിയ കഥയാണ് ഈ അൺമാസ്കിംഗ് അനോമലീസ് പൊക്കിക്കൊണ്ടുവന്ന് ഇതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യത്തെ നിങ്ങളോട് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒതുക്കി തന്നത് കൊണ്ടാണ് ഞാൻ അവരോട് അങ്ങേയറ്റം നന്ദി പറയുന്നതും. ഇതുപോലെ ഇനിയും ഒരുപാട് പറയണേ. നിങ്ങൾക്ക് തോന്നൽ നിങ്ങൾ ഇസ്ലാമിനെ സേവിക്കുന്നു എന്നാണ്. നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിനെ സേവിക്കുന്നു, എനിക്കറിയാം. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാരന് മുജാഹിദിനെ കണ്ടുകൂടാ. മുജാഹിദിനകത്ത് തന്നെ ഭയങ്കര ഉത്കൃഷ്ടമായ തർക്കങ്ങളും ശണ്ടകളും പിടിവലിയും അടിതടയും. ഇപ്പം ബാസിൽ അബ്ദുല്ലയുടെ വരവും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഉയർച്ചയും ഇതൊന്നും എങ്ങും അക്ബറിന് പിടിച്ചെന്ന് വരില്ല. കാരണം അത് യുക്തിവാദികളായാൽ പോലും തന്നെക്കാളും മുകളിൽ വരുന്ന ഒരാളുണ്ട്. അസൂയയും കുശുമ്പും കുന്നായ്മയും തോന്നുന്നത് മനുഷ്യ സഹജമായ സ്വഭാവമാണെന്നിരിക്കെ അക്ബറിന് പോലും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരിങ്ങനെ സമുദായത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സമുദായത്തെ അങ്ങേയറ്റം വിമർശനത്തിന് ഉൾപ്പെടുത്താനാണ് ഉപകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതവർക്ക് മനസ്സിലാകത്തില്ല. അവർ 3 പേരും ഭയങ്കരമായി പണം ചിലവാക്കി നല്ല സെറ്റപ്പിൽ വന്നിരുന്ന് വർത്തമാനം പറയും. അവർക്ക് തൃപ്തിയും കിട്ടും, പണവും കിട്ടും, അംഗീകാരവും കിട്ടും, നേതാവാവുകയും ചെയ്യാം. പക്ഷേ ഇസ്ലാം താറടിക്കപ്പെടുകയാണ്. മൺമറഞ്ഞു പോയ കഥകളെ, അതായത് യാസർ ഖാദിയുടെ അഭിപ്രായത്തിൽ പല മഹാന്മാരും ഈ കഥ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇതിനെയാണ് ഈ വിഡ്ഢികൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇട്ടതെന്ന് അലക്കാനായിട്ട് പറയുന്നത്. നല്ല സോപ്പും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. മുഹമ്മദും സൈനബും തമ്മിലുള്ള വിവാഹം മുഹമ്മദിൻ്റെ താല്പര്യാർത്ഥം തന്നെയായിരുന്നു. ഗൂഢാലോചന, ഗൂഢപദ്ധതി അതിലുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ യാസർ ഖാദിയുടെ വർത്തമാനത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്ത് മുതൽ 39-ാമത്തെ ആയത്ത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. പ്രവാചക, അള്ളാഹു നീയും ഔദാര്യം ചെയ്ത ആ വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഓർക്കുക. നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിനെ ഭയപ്പെടുക. അന്നേരം അള്ളാഹു വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യം നീ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. നീ ആളുകളെ ഭയപ്പെടുകയായിരുന്നുവല്ലോ. ഭയപ്പെടാൻ ഏറ്റവും അർഹം അള്ളാഹു ആയിരിക്കും. പിന്നീട് സെയ്ദ് അവളിലുള്ള ദാമ്പത്യ താല്പര്യം അവസാനിപ്പിച്ചപ്പോൾ നാം അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു. വിശ്വാസിക്ക്
വിശ്വാസികൾക്ക് അവരുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അവർ ആ സ്ത്രീകളുമായിട്ടുള്ള ദാമ്പത്യ താല്പര്യം അവസാനിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. അള്ളാഹുവിൻ്റെ ആജ്ഞ നടപ്പാക്കേണ്ടത് തന്നെയായിരുന്നു. അള്ളാഹു നിയമിച്ചു കൊടുത്ത ഇത്തരം കാര്യങ്ങളിൽ പ്രവാചകന് ഒരു തടസ്സവുമില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ കഥയിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഇതൊന്ന് മനസ്സിലിരിക്കട്ടെ. അത് അള്ളാഹുവും മുഹമ്മദും ഒന്നാണ്. യാസിർ ഖാദിയുടെ വിശകലനമാണ്. എന്നിട്ട് ഈ 37-ാമത്തെ 33 അധ്യായത്തിലെ ഞാൻ പറഞ്ഞു വന്നത്, തടസ്സവാദങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് അള്ളാഹുവും നബിയും ചേർന്ന് സൈദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സെയ്ദും സൈനബയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ഈ പൂർവമായിട്ടുള്ള വിവാഹശേഷമുള്ള കാര്യങ്ങളിൽ അവർ തമ്മിൽ ഭയങ്കര തർക്കവും അടിപിടിയുമായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതുകൊണ്ടുള്ള ബുദ്ധിമാനും അതീവ ശ്രദ്ധാലുവുമായ നബിയുടെയും അള്ളാഹുവിൻ്റെയും പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുഹമ്മദ് നബി സെയ്ദിനെ കൊണ്ട് ചില കാര്യങ്ങൾ നടത്തിക്കാനായി അയാളുടെ വീട്ടിൽ വന്നു. കഥ പ്രകാരം, ഇസ്ലാമിക ചരിത്രപ്രകാരം വീട്ടിൻ്റെ മുമ്പിൽ ഒരു മറയുണ്ട്. നേരിയ തുണിയായിരുന്നു അത്. ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് ശരിക്കും കാണാവുന്ന ഒരു തുണി. ഞാൻ ഈ പറയുന്നത് തബരിയുടെ ഹദീസിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത കഥയാണ്. തബരി വളരെ പ്രസിദ്ധനായ ഒരു തഫ്സീർ ഉടമയും ചരിത്രകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയാം. അങ്ങനെ അല്പവസ്ത്രധാരിയായ സെയ്ദിനെ കണ്ടപ്പോൾ നബിക്ക് വല്ലാത്ത മോഹം ജനിച്ചു എന്നാണ് കഥ പറയുന്നത്. സുന്ദരി, തൻ്റെ മച്ചുടി കസിൻ, പ്രായക്കൂടുതൽ കൊണ്ടും മറ്റും പണമൊക്കെ വെച്ച് സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ അല്പവസ്ത്രധാരിയായി കണ്ടപ്പോൾ നബിക്ക് ഉത്കൃഷ്ടമായ ആഗ്രഹം, കാമം, പ്രേമം. ഇത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു? തിരിഞ്ഞു നടന്നു. സൈനബ് നബിയെ അകത്തേക്ക് വിളിച്ചു, വരൂ. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞു പോകുന്ന നബി എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിട്ടാണ് പോയത്. അത് സൈനബ് കേട്ടതിൽ സ്പഷ്ടമായ ഒരു വാക്ക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് അല്ലാഹ്. എങ്ങനെ? ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് അല്ലാഹ്. അതായത് തൻ്റെ വളർത്തുമകൻ്റെ ഭാര്യ ആയിട്ട് പോലും അവളോട് ഇദ്ദേഹത്തിന് കാമം, പ്രേമം, സ്നേഹം, അടുപ്പം, ആകർഷകത്വം തോന്നിയത് ചെയ്തത് അള്ളാഹുവാണ്. അള്ളാഹു അങ്ങനെ ഹൃദയത്തെ മാറ്റിമറിച്ചു. സെയ്ദ് പിന്നീട് വീട്ടിൽ വന്നപ്പോൾ സൈനബ് ഈ കഥ, ഈ ഹൃദയം മാറ്റിമറക്കല്ല, ഹൃദയം ഇവിടെയല്ല, എവിടെയാണ് കേട്ടോ, ഹൃദയം മാറ്റിമറയ്ക്കുന്ന കാര്യത്തെ സെയ്ദിനോട് പറഞ്ഞു. സെയ്ദിന് കാര്യം പിടികിട്ടി. അതായത് തൻ്റെ നബിക്ക്, തൻ്റെ വളർത്തുവാപ്പയ്ക്ക് തൻ്റെ ഭാര്യയിൽ ഇഷ്ടം തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് താൻ ഈ വിവാഹം മൊഴിയണം. അദ്ദേഹം നേരെ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു തരാം, നിങ്ങളുടെ ഹൃദയം മാറി മറിഞ്ഞില്ല, അള്ളാഹു ഇതിനെ മാറ്റി 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 മറച്ചു കളഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ മാറാം. എന്തൊക്കെ മാറുന്നു എന്ന് നോക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണത്? പ്രവാചക, അള്ളാഹുവും നീയും ഔദാര്യം ചെയ്ത ആ വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഓർക്കുക. വളരെ ഔദാര്യം ചെയ്ത വ്യക്തിയാണ്. അതിൽ ഒരു ഔദാര്യമാണ് ഈ വിവാഹം. നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കരുത്. സെയ്ദ് നബിയോട് വന്ന് പറഞ്ഞപ്പം നബി പറഞ്ഞത്, സെയ്ദേ, നീ ഭാര്യയെ ഉപേക്ഷിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. അന്നേരം ഖുർആൻ പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, നബി തന്നെ പറയുകയാണ് കേട്ടോ. അന്നേരം അള്ളാഹു
വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യം നീ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് നീ വിവാഹമോചനം ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യം വാക്കുകൊണ്ട്, ഹൃദയം കൊണ്ടല്ല നീ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച കാര്യം, അള്ളാഹു ഉദ്ദേശിച്ച കാര്യം, നബി തന്നെ ഉദ്ദേശിച്ച കാര്യം നീ ഒളിപ്പിക്കുകയാണ്. ആളുകളെ ഭയപ്പെട്ടുകൊണ്ടാണ് നീ ഒളിക്കുന്നത്. ഭയപ്പെടാൻ കേമൻ ഞാനല്ലാതെ മറ്റാരുമില്ല. എങ്ങനെ? സെയ്ദ് വന്ന് നബിയോട്, ഞാൻ അവളെ, നിങ്ങളുടെ ഹൃദയം മാറിയതുകൊണ്ട് ഞാനങ്ങ് മാറിപ്പോകാം, അതല്ലേ ഒരാൾക്ക് പറ്റൂ, ഒരു അടിമയായ മനുഷ്യൻ അതല്ലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ നബി അവിടെ ദീൻ വാക്ക് പറയുകയാണ്, നീ അവളെ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിനെ ഭയപ്പെടുക. അപ്പൊ അള്ളാഹുവിന് സഹിച്ചില്ല. എങ്ങനെ സഹിക്കും? ഹൃദയത്തെ മാറ്റി മറിച്ചവനല്ലയോ അവൻ. പറയുന്നു, ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യം നീ എന്തിന് ആരെ ഭയപ്പെട്ടുകൊണ്ട് ഒളിപ്പിക്കുന്നു? ഈ ഒളിപ്പിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് അന്നത്തെ ഖുറൈശികളുടെ ഇടയിൽ എതിൽ ആയ ഒരു കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ പ്രബോധന രംഗത്ത് കാര്യമായ വിള്ളൽ അത് വരുത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നബി ഇത്തരം ഒരു വർത്തമാനം പറഞ്ഞ് തുനിഞ്ഞതെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും മോഹവും അള്ളാഹുവിൻ്റെ രൂപത്തിൽ വന്ന് പറയുന്നു, എടേ വെറും വർത്തമാനം പറയല്ലേ, അവനോട് നീ ഒളിപ്പിക്കല്ലേ. ചുരുക്കി പറയുകയാണെങ്കിൽ സെയ്ദ് കളം വിട്ടുപോയി എന്നുള്ളതാണ്. അവളെ സെയ്ദ് വിവാഹമോചനം നടത്തിക്കൊടുത്തു. അങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സെയ്ദ് സൈനബിനെ വിവാഹമോചനം ചെയ്തു, മൊഴി ചൊല്ലി. അപ്പം അള്ളാഹു അടങ്ങിയിരുന്നില്ല. അള്ളാഹു എന്ത് ചെയ്തു? സൂറത്തുൽ അഹ്സാബിൽ 36 മുതൽ 39 വരെയുള്ള വാചകങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞു, നാം അവളെ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു. സാധാരണഗതിയിൽ പെൺകുട്ടികളെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് പെൺകുട്ടികളുടെ വാപ്പമാരും സഹോദരന്മാർ ഒക്കെ ആണെങ്കിൽ, ഇവിടെ സൈനബിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് ലോകത്തിൽ അള്ളാഹു നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അത് സൈനബാണ്. അപ്പം അള്ളാഹുവും മുഹമ്മദും ഒന്നു തന്നെയാണ് എന്നതിൻ്റെ എന്തെങ്കിലും തർക്കം നിങ്ങൾക്ക് ഇനി ബാക്കി ഉണ്ടാകുമോ എങ്കിൽ നിങ്ങൾ പോയി സൂറത്തുൽ അഹ്സാബ് എടുത്ത് നിങ്ങളുടെ വിശ്വാസം എന്ന കാര്യത്തെ ഒരു അല്പനേരത്തേക്ക് മാറ്റിവെച്ചിട്ട് ചിന്തിച്ചു നോക്കൂ. അത് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെ സംഭവിപ്പിച്ചു. നബിയും മുഹമ്മദും ഒന്നാണെന്നതിൻ്റെ തെളിവാണ് അവളെ നാം നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ വചനം. ഒരു ദൈവത്തിന് എന്തെല്ലാം പണിയുണ്ട്. കരിക്കിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് മുതൽ നമ്മുടെ സുനിത വില്യംസ് മടങ്ങി വരാനുള്ള കാര്യങ്ങൾ വരെ തീരുമാനിക്കാം. അതിനിടയ്ക്കാണ് ഈ 1400 വർഷം മുമ്പ് നബിയുടെ കല്യാണകാലത്തിൽ എത്രത്തോളം ഒരു ദൈവം താല്പര്യമെടുക്കുന്നതെങ്കിൽ ആ ദൈവം വിശ്വാസയോഗ്യമാണോ, അത് ദൈവമാണോ, അത് നബി അല്ലേ എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ ആവില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ ചരിത്രകാരന്മാരിൽ പിന്നീട് വന്ന, അതായത് മുസ്ലിം വർഷക്കണക്കിൽ നബിക്ക് ശേഷം ഒരു 300-400 വർഷങ്ങൾക്കു ശേഷം വന്ന ചരിത്രകാരന്മാരൊക്കെ ഈ കഥയെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. പിന്നെ നബിക്ക് സൈനബിയിൽ താല്പര്യമുണ്ടായിരുന്നുവെന്നും സെയ്ദിനെ കൊണ്ട് നിർബന്ധിപ്പിച്ചു തന്നെയാണ് മൊഴി ചൊല്ലിച്ചതും എന്നതിൻ്റെ തെളിവാണ് സൈനബിൻ്റെ കല്യാണശേഷം അന്നു രാത്രി നബി സംഘടിപ്പിച്ച വലീമ. എന്താ ഈ വലീമ? വിരുന്ന്. എല്ലാത്തരം കിട്ടാവുന്ന വിഭവങ്ങളെയും ഉപയോഗിച്ചു കൊണ്ടുള്ള വിരുന്ന്.
മറ്റ് ഭാര്യമാരെ വിവാഹം കഴിച്ചപ്പോഴൊക്കെ നടത്താതിരുന്ന രീതിയിലുള്ള വലീമ നബി സൈനബുമായിട്ടുള്ള വിവാഹത്തിൻ്റെ അന്ന് നടത്തിയെങ്കിൽ അത് തന്നെ വിളിച്ചോതുന്ന കാര്യം എന്നുള്ളതാണ്. ഇനി സെയ്ദിൻ്റെ പേര് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് യാസിർ ഖാദി പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, സഹാബാക്കളിൽ പേര് പരാമർശിക്കപ്പെട്ട വളരെ ചുരുക്കം ആളുകളുടെ, അങ്ങനെ മറ്റുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ സെയ്ദിൻ്റെയും സൈനബിൻ്റെയും കാര്യം ഖുർആനിൽ വരുന്നു എങ്കിൽ ഖുർആൻ യാതൊരു വിധത്തിലും കാലിക പ്രസക്തിയുള്ള ഒരു ഗന്ധമല്ലെന്ന് ഈ രണ്ട് വാക്കുകൾ, സൈനബ്, സയ്യിദ് എന്ന ഈ രണ്ട് വാക്കുകൾ കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ആയിഷയുടെ ഒരു വിലാപം യാസിർ ഖാദി പറയുന്നുണ്ട്. ആയിഷ പറയുന്നു, നബിക്ക് വേണമെങ്കിൽ ഈ 33-ാമത്തെ അധ്യായത്തിലെ 36 മുതൽ 39 വാക്കുകൾ ഒളിപ്പിച്ചു വയ്ക്കാമായിരുന്നു. കാരണം ദിസ് ആയ ഈസ് പെയിൻഫുൾ, വേദനാജനകമായ ആയത്താണ് ഇത്. വിമർശനങ്ങൾ, പരാമർശങ്ങൾ, കളിയാക്കുകൾ ഒക്കെ നടത്താൻ കാരണാഭൂതമായ ഒരു ആയത്താണ് ഇത്. നബിക്ക് വേണമെങ്കിൽ ഇത് ഒളിപ്പിക്കാമായിരുന്നു എന്നാണ് ആയിഷ പറയുന്നത്. പക്ഷേ അന്നുണ്ടായ വിമർശനങ്ങളെ, ഉണ്ടാകാമെന്ന് അദ്ദേഹം കരുതിയിരുന്ന വിമർശനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നബിക്ക് പറയാതിരിക്കാനാവില്ല എന്നാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്നും കാര്യം മനസ്സിലാക്കിയെടുക്കുന്നത്. മുസ്നദ് അഹമ്മദ്, കളക്ഷൻസ് ഓഫ് അഹമ്മദ്, അതിൽ പറയുന്നത് നബിക്ക് സൈനബയെ കണ്ടപ്പോൾ എന്തോ തോന്നി. നമ്മൾ പറയുന്നതല്ല, ഞാൻ കയ്യിൽ നിന്ന് ഒരു വാക്കുപോലും ഇവിടെ ചരിത്ര വിഷയമായി പറയുന്നേയില്ല. ചരിത്രം എന്തു പറയുന്നു അതിനെ അപ്പടിക്ക് നിങ്ങളോട് പറയുന്നു എന്നല്ലാതെ, നിങ്ങൾക്ക് യാസിർ ഖാദിയുടെ ഈ വീഡിയോ ചെന്ന് നോക്കാം. ഞാനത് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അയാൾ പറയാത്ത ഒരു കാര്യവും ഞാനിവിടെ പറയുന്നു. കൂട്ടത്തിൽ എൻ്റേതായ അഭിപ്രായ പ്രകടനങ്ങൾ, ചരിത്രത്തിലല്ല, ആ ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള എൻ്റെ അഭിപ്രായ പ്രകടനം. അപ്പം എന്തോ തോന്നി എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക്. തോന്നലൊക്കെ ആകാം, പക്ഷേ ഇതൊക്കെ ഒരു മാതൃകാ തോന്നലാണ്. ഇങ്ങനെ മറ്റാരുടെയെങ്കിലും ഭാര്യയോട്, ഒരുപാട് ഭാര്യമാരുള്ള ഒരാൾക്ക് കാമവും സ്നേഹവും പ്രേമവും തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ അധികാരസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ആ ഭർത്താവിനെ ചവിട്ടിപ്പുറത്താക്കുന്ന ഈ പരിപാടി ശരിയോ തെറ്റോ? എന്തിനാണ് ഇഷ്ടമില്ലാത്ത വിവാഹം കഴിപ്പിച്ചത്? പിന്നീട് എന്തിനാണ് അവളോട് സ്നേഹം തോന്നിയത്? സ്നേഹം തോന്നിയിട്ട് അവിടെ തന്നെ നിൽക്കാതെ അയാളെ നിഷ്കരണം ചവിട്ടിപ്പുറത്താക്കുകയായിരുന്നുവല്ലോ. ആ അടിമയായ മനുഷ്യന് ഔദാര്യം ചെയ്തു കൊടുക്കപ്പെട്ട മനുഷ്യൻ എന്നാണല്ലേ ഖുർആൻ പറയുന്നത്. അപ്പം ഇബ്നു സയ്യിദ് പറയുന്നത്, യുദ്ധ കഴിഞ്ഞപ്പോൾ, അതായത് യുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചിതയായ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ 3 മാസക്കാലം യുദ്ധ ഇരിക്കണം. എന്താണ് ഈ യുദ്ധ? അവൾക്ക് ഗർഭമുണ്ടോ എന്ന സംശയത്തിന്മേൽ, ഗർഭമില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം ചെയ്യാം. അന്ന് DNA ടെസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വിവരമില്ലാത്ത ഒരാളാണ് നബിയൻ. ഇനി അവൾക്ക് ഗർഭമുണ്ടെങ്കിലോ വിവാഹം കഴിച്ചുകൂടെ? ആ കുട്ടിയുടെ പിതാവ് താനല്ല എന്നൊക്കെ ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ട് തന്നെ വളർത്താമല്ലോ. ആധുനിക മനുഷ്യർ അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ആ 1400 തടവറയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെയല്ലാതെ, അപ്പോൾ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ആളെ വിട്ട് നബി ചോദിച്ചു. അവിടെയാണ്. അപ്പം സെയ്ദിനെ മനഃപൂർവ്വം ചവിട്ടിപ്പുറത്താക്കിയെന്നതിൻ്റെ തെളിവാണ്. സൈനബിനോട് ഇദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായി എന്നും അവളെ കൈക്കലാക്കാൻ, അടിമപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഞാൻ ഈ പറയുന്നത്. വലീമ നടത്തി, അള്ളാഹു നിക്കാഹ് ചെയ്തു കൊടുത്തു. പല ഹദീസുകളിലും ഇതേ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു സയ്യിദ് പറയുന്നത്, യുദ്ധ പീരീഡ് കഴിഞ്ഞപ്പോൾ ആളെ അയച്ച്
എന്നെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ എന്നാണ് നബി സെയ്ദിനോട് ചോദിച്ചപ്പോൾ, സൈനബയോട് ചോദിച്ചപ്പോൾ സൈനബ് പറഞ്ഞു, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിക്കട്ടെ. ഇതെല്ലാം ഉഡായിപ്പുകളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഏതു കാര്യത്തിലാണ് നമ്മുടെ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ കൂടെ ദുആ ചെയ്ത് കേട്ട് അവന്റെ കാര്യത്തിൽ അവൻ തീരുമാനിക്കും, തെറ്റായാലും ശരിയായാലും. അങ്ങനെ നമ്മുടെ സൈനബ് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ നാം അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന ആയത്ത് ഇറങ്ങി. അള്ളാഹു നബിയും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യമല്ല എന്നിരിക്കെ ഇവിടെ സൈനബ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെന്ത് അള്ളാഹുവാണ്? അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ എനിക്ക് വേണമെങ്കിൽ ഇതുകൂടി ചേർത്തു പറയാം. സവജ്നാകഹ എന്നാണ് അള്ളാഹു പറയുന്നത്. ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. ഈ സൈനബ് നബിമാരുടെ മറ്റു ഭാര്യമാരോട് പറയാറുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ വിവാഹം ചെയ്തു തന്നത് നിങ്ങളുടെ പിതാക്കളോ സഹോദരന്മാരോ ആണെങ്കിൽ എന്നെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തത് സർവവ്യാപിയും സർവജ്ഞനും സദാസമയം പ്രപഞ്ചത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ ഉടയ തമ്പുരാനാണ്. ഇതിൽ പരം ഒരു മഹിമ ആ സ്ത്രീക്ക് അവകാശപ്പെടാനുണ്ടോ? ഇവർ ബഹുസുന്ദരിയാണ്. നബിയുടെ ഭാര്യമാരിൽ 2 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഒന്ന് ആയിഷയുടെ കീഴിലുള്ള ഒരു ഗ്രൂപ്പ്, ഒന്ന് ഈ സൈനബിന്റെ കീഴിലുള്ള മറ്റൊരു ഗ്രൂപ്പ്. ഇവർ തമ്മിൽ ഭയങ്കരമായ കുടിപ്പകയായിരുന്നു. അതൊക്കെ ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ വെറുതെ പറയുന്നതല്ല. വെറുതെ പറഞ്ഞാൽ നമുക്കൊന്നും നേടാനില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പിന്നെ നബിയിലും ദൈവത്തിലും അള്ളാഹുവിലും വിശ്വസിക്കില്ല. അതുകൊണ്ട് കള്ളം പറയേണ്ട കാര്യമില്ല. ചരിത്ര വിശകലനത്തിന്റെ പേരിൽ വിശ്വാസികൾ അറിയാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. സബജ്നാകഹ. കല്യാണത്തിന് ശേഷം നബിയോട് പലർക്കും അസൂയയായിരുന്നു എന്നാണ് യാസിർ ഖാദി തഫ്സീറുകളും കഥകളും സിറകളും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. കാരണം അത്രത്തോളം സൈനബ് സുന്ദരിയായിരുന്നു. അല്പവസ്ത്രധാരിയായ അവരെ കണ്ടപ്പോൾ നബിക്ക് മോഹം തോന്നിയതിൽ നബിയെ കുറ്റപ്പെടുത്താനാവില്ല എന്ന കാര്യം ഞാനിവിടെ എടുത്തു പറയും. പക്ഷെ അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടിയെങ്കിലും മാതൃകാ പുരുഷനാകുമോ? ആകില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇബ്നു ഇസ്ഹാഖ് തൻ്റെ തബക്കാത്തിൽ പറയുന്നത്, ഇബ്നു ഇസ്ഹാഖ് എന്ന് വെച്ചാൽ ഈ നബിയുടെ കാലശേഷം 125 ശേഷം ആദ്യമായി നബിയുടെ സിറ ചരിത്രം എഴുതിയ ആളാണ്. അത് 125 വർഷത്തിന് ശേഷം. നിങ്ങൾക്ക് 125 വർഷം മുമ്പ് ജീവിച്ച നിങ്ങളുടെ ഉപ്പയോ ഉപ്പയുടെ ഉപ്പയോ മറ്റാരെങ്കിലും കുറിച്ച് അറിയാമോ? ചരിത്രം രേഖപ്പെടുത്താൻ പറ്റുന്ന ഈ അവസരത്തിൽ, ഫോട്ടോഗ്രാഫി പ്രിന്റിംഗ് ഒക്കെ ഉള്ള ഈ അവസരത്തിൽ പോലും 125 വർഷം കഴിഞ്ഞാൽ വിസ്മൃതിയിൽ ആണ്ടുപോകുന്നതാണ് മനുഷ്യന്റെ ഓർമ്മയെങ്കിൽ, ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇബ്നു ഇസ്ഹാഖ് ഒരു ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പിഴവുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ തെറ്റെന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിലും പക്ഷെ അവർ വിശ്വസിക്കുന്ന, അവർ പാടി പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ ചരിത്രത്തെ നമ്മൾ ഇങ്ങെടുക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഇബ്നു ഇസ്ഹാഖ് തബക്കാത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒന്നാണ്. ഹൃദയത്തെ മാറ്റുന്നവൻ അള്ളാഹു എന്ന് സൈനബിനോട് നബി പറഞ്ഞപ്പോൾ സെയ്ദിന് ഭാര്യം പിടികിട്ടി എന്ന് ഇബ്നു ഇസ്ഹാഖ് തൻ്റെ തബക്കാത്തിൽ പറയുന്നു. തുടർന്നാണ് അദ്ദേഹം ഡൈവേഴ്സിന് തയ്യാറായത്. മുഖാദ് ഇബ്നു സുലൈമാൻ അദ്ദേഹം 157 ഏഹച്ചിൽ മുസ്ലിം ഇറയിൽ മരണപ്പെട്ട ആളാണ്. അദ്ദേഹവും തഫ്സീറിൽ ഇതേ കഥ തന്നെയാണ് പറയുന്നത്.
ഈ യാസിർ ഖാത്തി പറയുന്ന മറ്റൊരു കാര്യം, തബരിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, തബരിയുടെ ഒരു സിറയാണ് അല്ലെങ്കിൽ ഒരു തഫ്സീറാണ് ഞാൻ ഇതിന് ആധികാരികമാക്കി എടുത്തതെന്ന് കൂടി പറഞ്ഞല്ലോ. ഈ തബരിയെക്കുറിച്ച് യാസിർ ഖാത്തി പറയുന്നത് മോസ്റ്റ് ഓതന്റിക് തഫ്സീറാണ്. ഇവിടെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തബരിയെ തള്ളിപ്പറയുമ്പോൾ 500 അംഗീകരിക്കപ്പെട്ട ഇന്ന് ജീവിക്കുന്ന ഇസ്ലാം പണ്ഡിതന്മാരിൽ ഒരാളായ യാസിർ ഖാദി പറയുന്നു മോസ്റ്റ് ഓതന്റിക് തഫ്സീറാണ് തബരിയുടെ. അതുകൊണ്ട് ഞാനിത് അവിശ്വസിക്കുന്നില്ല. മറ്റുള്ളവർ ഇത് അവിശ്വസിക്കാൻ കാരണം അത് അനിഷ്ടകരമായ, പ്രോബ്ലമാറ്റിക് ആയ, സിൻഫുൾ ആയ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. തബരി ഖതാദയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അവർ വിവാഹമോചിതരാകാൻ നബി ആഗ്രഹിച്ചു, പുറത്ത് പറഞ്ഞില്ല. തബരിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഖതാദ, അദ്ദേഹം 103 AH മരണപ്പെട്ട വ്യക്തിയാണ്. നബി ജീവിച്ചു കഴിഞ്ഞ് അല്പം തന്നെ കുറേ വർഷം കഴിഞ്ഞ് മരണപ്പെട്ട, ചരിത്രത്തെ അടുത്തറിഞ്ഞ വ്യക്തി എന്ന നിലക്ക് ഖതാദ പറയുന്നത് അവളെ സൈനബ് വിവാഹമോചനം ചെയ്യാനായിട്ട് നബി ആഗ്രഹിച്ചിരുന്നു എന്ന്. ഇതിനെയൊക്കെയാണ് ജബ്ബാർ മാഷ് മോശമായി പറഞ്ഞു എന്നൊക്കെ ഈ ഇവർ അൺമാസ്കിംഗ് അനോമലീസ് വിലപിക്കുന്നത്. ഹനഫി പണ്ഡിതനായ സമർക്കന്തി, അദ്ദേഹം 375 AD മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബഹറിൽ ഉലൂമിൽ അദ്ദേഹം പറയുന്നത് ഇതേ കഥയാണ്. ഏത്? അവളോട് താല്പര്യം തോന്നി, സെയ്ദ് അവളെ വിവാഹമോചനം ചെയ്യാനായിട്ട് നബി ആഗ്രഹിച്ചു, അവളെ ഇഷ്ടപ്പെട്ടു, എന്തോ തോന്നി, മോചനം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്നൊക്കെ കഥ ബഹറുൽ ഉലൂമിൽ ഹനഫി പണ്ഡിതനായ സമർക്കന്തി പറയുന്നതായിട്ട് യാസിർ ഖാദി പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. തഫ്സീർ അൽ അലബി, അവിടെയും ഇതേ കഥ തന്നെയാണ് പറയപ്പെടുന്നത്. നോൺ സുന്നി മഹ്ശരിയിൽ ഇതേ കഥ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഫഖ്റുദ്ദീൻ ഉൽ റാജി, അദ്ദേഹം ഒരു അഹസരിയാണ്, അദ്ദേഹവും ഇതേ കഥ, ഇഷ്ടമാണ്, എന്തോ തോന്നി, വിവാഹമോചനത്തിന് ആഗ്രഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹനഫി സ്കോളറായ സമർക്കന്തി, തഫ്സീർ അൽ അലബി, നോൺ സുന്നി മഹ്ശരി, ഫഖ്റുദ്ദീൻ ഉൽ റാജി തുടങ്ങിയ ആളുകളൊക്കെ ഇതേ കഥ, അതായത് ഒരു കുറേ കാലമായി, നബിയുടെ മരണശേഷം കുറേ കാലമായി അന്നത്തെ ചരിത്ര പണ്ഡിതന്മാർ ഇതേ കഥ ആവർത്തിച്ച് പറയുമ്പോൾ ഈ കഥയെ കള്ളക്കഥയെന്നും തബരിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഓതന്റിക് അല്ല എന്ന് പറഞ്ഞാൽ, ഓതന്റിക് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ ഉണ്ടെങ്കിൽ എനിക്ക് ഈ അൺമാസ്കിംഗ് അനോമലീസിനോട് ചോദിക്കുന്നത്, ഇവരൊക്കെ എന്താ പുല്ല് പറിക്കാൻ പോയവരാണോ? ജബ്ബാർ മാഷിന് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുത്തുകൂടാ, അഭിപ്രായം പറഞ്ഞുകൂടാ? എനിക്ക് അഭിപ്രായം പറഞ്ഞു. എൻ്റെ അഭിപ്രായം, തൻ്റെ കീഴിലുള്ള, താൻ പറഞ്ഞാൽ ചൊൽപ്പടി നിൽക്കുന്ന സെയ്ദിൻ്റെ ഭാര്യയായ സൈനബിനോട് മറ്റെന്തു കഥയായാലും ശരി, അദ്ദേഹത്തിന് താല്പര്യം തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം തന്നെ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനെ മൊഴി ചൊല്ലാൻ പ്രേരിപ്പിക്കുകയും അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ശക്തമായ തെളിവുകളാണ് ഖുർആനും പ്രത്യേകിച്ച് സൂറത്തുൽ അഹ്സാബിലെ 36 മുതൽ 39 വരെയുള്ള ആയത്തുകളും, പിന്നീട് യാസിർ ഖാദി കള്ളമോ ചതിയോ വഞ്ചനയോ കൂടാതെ ഉള്ള കഥയെ അതേപോലെ പറയുന്ന ഈ തഫ്സീറുകളൊക്കെ ശരിയാണെങ്കിൽ, അബ്ദുല്ല ബാസിലെ, നിങ്ങളുടെ ഈ ശ്രമമുണ്ടല്ലോ അത് വൃഥാവിലാണ്. ഒരുപാട് മറ്റുള്ളവർ വായിക്കാൻ പാകത്തിൽ ഈ കഥയുമായുണ്ട് ഈ കഥ പറയാൻ. ഇനിയും ആളുകൾ ഈ കഥ പറയും.
കള്ളവും ചതിയും വഞ്ചനയും ചേർക്കാതെ തന്നെ പറയും. നിങ്ങൾക്ക് ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതില്ല. വസ്തുതയെ വസ്തുതയായി ജനങ്ങളോട് പറയുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ യാസിർ ഖാദി പറയുന്നത് ഒരു എ വേർഷൻ ആണ്. ഒരു പശ്ചാത്തലത്തിൽ പറയപ്പെടുന്ന ഒരു കഥ കഥ എ. ഇനി കഥ ബി ഉണ്ട്. അതെന്നറിയാമോ? അത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡൈവേഴ്സ്. അതിൽ പറയുന്ന ഒരു കാര്യം, അലി സൈനുല്ലാബുദ്ദീൻ. ആരാ ഈ അലി സൈനുല്ലാബുദ്ദീൻ? നബിയുടെ മകളുടെ മകനായ, അലിയുടെ മകനായ സൈനുൽ അബ്ദീൻ, അലി സൈനുൽ അബ്ദീൻ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അള്ളാഹു നബിയെ ഒരു കാര്യം അറിയിച്ചു. എങ്ങനെ? സെയ്ദിന്റെ ഭാര്യയായ സൈനബ് നിങ്ങളുടെ ഭാര്യയായി തീരുമെന്ന കാര്യം അള്ളാഹു നബിയെ അറിയിച്ചു. അപ്പം അള്ളാഹുവും നബിയും ഒന്നു തന്നെ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഥ. മറ്റൊരുവന്റെ ഭാര്യ നിന്റെ ഭാര്യയായി തീരുമെന്ന് അവൾ വിവാഹമോചിതയാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അറിയിച്ചു കൊടുത്തു എങ്കിൽ, അപ്പോൾ സൈനബിനെ ഡൈവേഴ്സിൽ നിന്നും വിലക്കിയത് ജനവിമർശനം ഭയന്നാണ് എന്നാണ് ഈ അലി സൈനുല്ലാബുദ്ദീൻ്റെ വേർഷനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യം വളർത്തുമകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് ഒരു സിന്നായി കണക്കാക്കപ്പെട്ടിരുന്നു, എവിൽ ആയി കണക്കാക്കപ്പെട്ടു. അൽ ബഹവി എ വെർഷൻ വിശദീകരിച്ചു പറയുന്നത് ബി വേർഷനാണ് നബിക്ക് ഏറ്റവും നന്നായി ചേരുന്നത്. അതായത് സൈനബിനെ കൊണ്ട് വിവാഹമോചനം നടത്തിക്കാൻ കാരണം അള്ളാഹു നബിയോട് പറഞ്ഞു കൊടുത്തു, അവൾ നിന്റെ ഭാര്യ ആകാൻ പോകും. അതുകൊണ്ടാണ്, അല്ലാതെ കാമം തോന്നി, സ്നേഹം തോന്നി, ഇഷ്ടം തോന്നി ഞാൻ കൈക്കലാക്കുമെന്നുള്ള ഈ നാറ്റക്കേസല്ല ഈ ബി വേർഷൻ. അത് മെഴുകിയ വർത്തമാനമാണ്, വെള്ളപൂശിയ വർത്തമാനമാണ്, വെള്ളപൂശിയ കുഴിമാടമാണത്. അതുകൊണ്ട് ഇത് ചരിത്രത്തെയും മറ്റും വിശകലനം ചെയ്യാതെയാണ് പറയുന്നു എന്ന കാര്യം നമുക്കിവിടെ മറച്ചു വയ്ക്കാനാകില്ല. ഏ വേർഷൻ തന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള വേർഷൻ. അത് നാറ്റക്കേസെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാമൊരു കഥ ഈ അലി സൈനുല്ലാബുദ്ദീൻ പറഞ്ഞതായി പറഞ്ഞ് പൊക്കിക്കൊണ്ടുവരുന്നത്. അൽ ബഹവി പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഈ എന്താ പറയുക, ഒരു കാര്യത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അവരുടെ താല്പര്യത്തിന് അനുസൃതമായി കൊണ്ടുവരാമെന്ന് പഠിക്കേണ്ടത് മത നേതാക്കളിൽ നിന്നാണ്, അപ്പോളജിസ്റ്റുകളിൽ നിന്നാണ്. എന്താണ് ഈ അൽ ബഹവി പറയുന്നത്? ഹൃദയ തോന്നലുകളും ഇഷ്ടവും മനുഷ്യൻ്റെ സ്വന്തമല്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം തോന്നുന്നു, അത് നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല, അള്ളാഹ് തോന്നിക്കുന്നതാണ്. അപ്പൊ നബിക്ക് അങ്ങനെ തോന്നിയാൽ തെറ്റുണ്ടോ? ഈ കഥയെ ന്യായീകരിക്കാൻ വേണ്ടി ഈ പറയുമ്പോൾ ഏതെങ്കിലും സുന്ദരിയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അധികാര സ്വാധീനം ഉപയോഗിച്ച് അതിൽ ഇടപെടുമെങ്കിൽ അത് ശരിയാകുമോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത് ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരണം ചമയ്ക്കുന്ന ഇവർ മറന്നു പോകുന്നുള്ള ഒരു സത്യം ഇവർക്ക് പിടികിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. അതിനാൽ എ വെർഷന് മുൻകൈ കിട്ടി, ബി വേർഷൻ പിന്തള്ളപ്പെട്ടു എന്നാണ് അൽ ബഹവിയുടെ ഈ വർത്തമാനത്തോടുകൂടി. എങ്ങനെ? നബിക്ക് സൈനബിനോട് ഇഷ്ടം തോന്നിയത് അള്ളാഹു ആണ് ഇതിലെ ഉത്തരവാദി. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളുടെ ഉത്തരവാദി വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എടുത്ത് വെച്ചുകൊണ്ട് അൽ ബഹവി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവളോട് പ്രേമം തോന്നി, ഇഷ്ടം തോന്നി, കാമം തോന്നി എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. എങ്ങനെയുണ്ട്? അള്ളാഹു എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? നല്ലൊരു സൃഷ്ടിയാണ്. അതായത് ഈ വ്യാഖ്യാനങ്ങളുടെ എന്താ പറയുക, ഒരു അച്ചാണി എന്ന് പറയത്തക്ക രീതിയിലാണ് അള്ളാഹു ഇവിടെ. അപ്പം ജൗസി പറയുന്ന 4 ഓപ്ഷൻസ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ലവ് ഫോർ സൈനബ്, ഇബ്ൻ അബ്ബാസ് പറയുന്നത്.
അവളോട് സ്നേഹം, കാമം, ഇഷ്ടം, പ്രേമം ഒക്കെ. രണ്ടാമത്തെ വേർഷൻ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. സൈനബ് നിന്റെ ഭാര്യയാകും. ഇത് സൈനുൽ അബ്ദീൻ പറഞ്ഞതാണ്. മൂന്നാമത്തത് അവരുടെ ഡൈവേഴ്സിന് വേണ്ടി നബി ആഗ്രഹം പ്രകടിപ്പിച്ചു. ഖതാദയും ഇബ്നു ജുറൈദും മുഖാദിറും ഒക്കെ ഇത് പറഞ്ഞിരുന്നു. നാലാമത്തത് സെയ്ദ് വിവാഹമോചനം നടത്തിയാൽ സൈനബിനെ വിവാഹം ചെയ്യാമെന്ന് നബി ആലോചന നടത്താനായിട്ട് അവളോട് ദൂതനെ അയച്ചു. ഇത് പറഞ്ഞത് ഇബ്നു സെയ്ദാണെങ്കിൽ ഇതൊക്കെ അന്നത്തെ ചരിത്രത്തെ പറഞ്ഞവർ ഹദീസുകളിൽ, തഫ്സീറുകളിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് വേർഷനും നാറ്റക്കേസാണ്. ഒന്നാമത് അവളെ അല്പവസ്താരിയായി കണ്ടു, ഇഷ്ടം തോന്നി, അന്യന്റെ പുരുഷൻ ഭാര്യയാണ്, അടിമയുടെ ഭാര്യയാണ്, വളർത്തുമകന്റെ ഭാര്യയാണ്. അത് തെറ്റാണ്. തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് വർത്തമാനം പറയേണ്ടി വരും. പക്ഷേ മാതൃകാ പുരുഷനായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സദാചാരത്തിനൊക്കെ എന്താ പറയുക, ഇതിൽ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സൈനബിനെ വിവാഹം കഴിച്ചതിൻ്റെ അന്ന് രാത്രിയാണ് ഫർദയുടെ സൂറ ഇറങ്ങിയത്. എങ്ങനെ? നബി വിവാഹശേഷം വെളിയിൽ പോയി, ഈ വലീമയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കാനായിട്ട് വെളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ പല സഹാബാക്കളും സൈനബയോട് സൂറ പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് നബിക്ക് സഹിച്ചില്ല. തനിക്ക് തോന്നിയതുപോലെ എന്തോ ഒന്ന് ഇവർക്ക് തോന്നുമോ എന്ന് സംശയം പറഞ്ഞുകൊണ്ട് അള്ളാഹു അപ്പോഴും രക്ഷയ്ക്കെത്തുകയാണ്. പെണ്ണെ, നീ മറഞ്ഞിരിക്കുക. അതായത് സൈനബുമായിട്ടുള്ള ഈ വിവാഹത്തിലൂടി ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ വരെ 34 ഡിഗ്രി ചൂടുള്ളപ്പോൾ ചാക്കിനകത്ത് കയറി ജീവിക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കി വെച്ചതിൽ ഈ കഥയ്ക്ക് ഒരുപാട് സ്ഥാനമുണ്ട്, പങ്കുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് മനുഷ്യദ്രോഹപരമായ ഒരു കഥയെന്ന് പറയാതിരിക്കാനാവില്ല. കേരളത്തിലെ ഒരു ചെറിയ ശതമാനം സ്ത്രീകളെങ്കിലും അപരവൽക്കരിക്കപ്പെടുന്ന, നിർബന്ധിത വസ്ത്രധാരണത്തിന് വിധേയരാക്കപ്പെടുന്ന ഒരു സൂറയുടെ ഉപജ്ഞാതാവാകാൻ കാരണക്കാരിയായിരുന്ന സൈനബ്, അവര് ധർമ്മിഷ്ഠയാണ്. അവർക്ക് ഉമർ 10,000 സ്വർണ്ണ നാണയങ്ങൾ നബിയുടെ മരണശേഷം വാർഷികമായി കൊടുക്കാനായി തീരുമാനിച്ചിട്ട് ആദ്യത്തെ വർഷം ഉമർ സൈനബിക്ക് കൊടുത്തു. ഇത് അബൂബക്കർ കൊടുത്തില്ലായിരുന്നു. ഈ സൈനബ് എന്ത് ചെയ്തു? ഈ കാശെല്ലാം തന്നെ പാവങ്ങൾക്കും അനാഥകൾക്കും വിതരണം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. മറ്റൊരു കാര്യം, ഈ 10,000 സ്വർണ്ണ നാണയം ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു എന്നറിഞ്ഞിട്ട് മറ്റൊരു 1000 സ്വർണ്ണ നാണയം കൂടി ഉമർ സൈനബിന് കൊടുത്തയച്ചു. സൈനബ് ആ 1000 സ്വർണ്ണ നാണയവും പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെ? ഇനി ഇത്തരത്തിലുള്ള സ്വർണ്ണ നാണയങ്ങൾ സ്വീകരിക്കാൻ ഇടവരുത്തരുതേ റബ്ബേ. അടുത്ത വർഷം ഈ നാണയ വിതരണ വേളയിൽ തന്നെ അവര് മരണപ്പെട്ടു എന്ന് ചരിത്രം അവരെ മഹത്വവൽക്കരിക്കുമ്പോൾ ആ ചരിത്രം ശരിയാണെങ്കിൽ അവരുടെ നന്മയെ നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ നബിയുടെ ചരിത്രം വായിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ തോന്നുകയേ ഇല്ല. അതുകൊണ്ട് അൺമാസ്കിംഗ് അനോമലീസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം കഥകൾ പൊക്കിക്കൊണ്ടുവരിക. നമുക്ക് സംസാരിക്കാൻ ഒരുപാടുണ്ട്. ഞങ്ങളുടെ പക്കലുള്ളത് സീറ, തഫ്സീർ, യാസർ ഖാദി, ജബീർ അലി തുടങ്ങിയ ചരിത്രത്തെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കള്ളവും ചതിയും വഞ്ചനയുമില്ലാതെ കാണുന്ന ആളുകളുടെ വർത്തമാനം കേട്ടുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ സംസാരിച്ച് അതിനകത്തുള്ള പോരായ്മ വെളിവാക്കിത്തരും. ജബ്ബാർ മാഷ് പറയുന്നതും ഞാൻ പറയുന്നതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.